നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മളുടെ ഫേസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആകുന്ന ഒരു ഫോണ് മുതൽ അതല്ലെങ്കിൽ നമ്മളെ ഇമെയിലൊക്കെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം തുടങ്ങിയിട്ട് ഡ്രൈവർ ഇല്ലാതെ ഓട്ടോണമസ് ആയിട്ട് സെൽഫ് ഡ്രിവൺ ആയിട്ട് പോകുന്ന കാറുകൾ വരെ ഈ മേഖലയിൽ വലിയ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നുണ്ട്. അപ്പോഴും അറിയുക, ഇക്കാലത്ത് AI പ്രാധാന്യം മറ്റൊരു സാങ്കേതിക വിദ്യയ്ക്കാണ്, ജെൻ AI. അപ്പോൾ എന്താണ് ജെൻ AI എന്നുള്ളത്? ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ GAI എന്ന് ഇത് അറിയപ്പെടും. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ടെക്സ്റ്റുകൾ, ഇമേജുകൾ, വീഡിയോകൾ, മറ്റു ഡേറ്റകളൊക്കെ നിർമ്മിക്കുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ. ഉദാഹരണത്തിന് നമ്മളുടെയൊക്കെ വാട്സാപ്പിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു നീല വളയമുണ്ടല്ലോ, മെറ്റ AI, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വിവിധ ചിത്രങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിർമ്മിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും. നാം ഇപ്പോൾ കാണുന്ന ചാറ്റ് GPT അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ജെമിനായി പോലെയുള്ളവയൊക്കെ ഇതേപോലെയുള്ള ജെൻ AI ചാറ്റ് ബോട്ടുകളാണ്. ടെക്സ്റ്റ് ടു ഇമേജ് ജെൻ AI പ്ലാറ്റ്ഫോമുകളായ ഡാലി അല്ലെങ്കിൽ മിഡ്ജേണി പോലെയുള്ളവ ഇതേപോലെയുള്ള ചിത്രങ്ങൾ സ്വയം തയ്യാറാക്കുവാൻ സമർത്ഥരാണ്. എന്തിന് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ ഇത് തയ്യാറാക്കുവാനായിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ പോകേണ്ട കാര്യമില്ല ഇക്കാലത്ത്. മറിച്ച് എൻ്റെ ഒരു ഫോട്ടോയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റും ഹെയ്ജൻ പോലെയുള്ള പ്ലാറ്റ്ഫോം, ജെൻ AI പ്ലാറ്റ്ഫോമുകളിൽ നൽകിയാൽ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. അത് ജെൻ AI വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണെന്ന് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക പോലുമില്ല. അപ്പോൾ ഈ ജെൻ AI വലിയ സ്വാധീനം, തരംഗങ്ങൾ ഇക്കാലത്ത് സൃഷ്ടിക്കുകയാണ്. അടുത്തിടെ നമ്മുടെ കൊച്ചിയിൽ നടന്ന ജെൻ AI കോൺക്ലേവ് ഈ ഇന്ത്യയിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുമൊക്കെ ഈ ജനറേറ്റീവ് AIക്ക് വലിയ പ്രാധാന്യം നേടുന്നു എന്നതിൻ്റെ തെളിവാണ്. ഈ കോൺക്ലേവിനൊക്കെ നേതൃത്വം നൽകിയ IBM നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ അവരുടെ ജെൻ AI റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ആരംഭിക്കുന്ന ഈ ജെൻ AI ഇന്നൊവേഷൻ സെൻറ്ററിലൂടെ വ്യക്തികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ ഈ മേഖലയിലെ അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനും എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ നൽകും. നമ്മുടെ കൊച്ചി ഈ മേഖലയിൽ തന്നെ ഒരു വലിയ ഹബ്ബായിട്ട് മാറുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ജെൻ AI മേഖലയിൽ വരും കാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ഒട്ടനവധി പ്രൊഫഷണലുകളുടെ, എക്സ്പേർട്സിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അതിനാൽ തന്നെയാണ് നമ്മുടെ കോളേജുകളും യൂണിവേഴ്സിറ്റികളുമൊക്കെ ഈ മേഖലയിൽ ഒട്ടനവധി പഠന വിഭാഗങ്ങൾ ആരംഭിക്കണമെന്ന് ഈ കോൺക്ലേവിൽ ആവശ്യം ഉയർന്നത്. കേരള ഗവൺമെൻറ് തന്നെ ഈ മേഖലയെ ഊന്നൽ നൽകുന്ന, ഒരു സ്പെഷ്യൽ എംഫസിസ് നൽകുന്ന ഒരു മേഖലയായിട്ട് അവരുടെ വ്യവസായ നയത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ജെൻ AI മേഖലയിൽ കേരളത്തിൽ ഒട്ടനവധി നിക്ഷേപങ്ങളും വന്നേക്കാം. അപ്പോൾ ഈ ജനറേറ്റീവ് AI മേഖലയിലെ ഒരു പ്രൊഫഷണൽ എങ്ങനെ നിങ്ങൾക്കും ആകാനായിട്ട് കഴിയും, അതിനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്, എന്തു പഠിക്കണം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. മനുഷ്യൻ പുതിയ കാര്യങ്ങൾ സ്വയമേ പഠിക്കുന്നത് പോലെ ഇന്ന് കമ്പ്യൂട്ടറുകൾക്കും സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിക്കാവുന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചതെല്ലാം ചേർത്ത് വെച്ച് ആവശ്യാനുസരണം, അതല്ലെങ്കിൽ മനുഷ്യരുടെ ആജ്ഞാനുസരണം പുതിയ വിജ്ഞാനം പുനരുൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ജനറേറ്റീവ് AI എന്നുള്ളത്. ഓർക്കുക, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചിത്രങ്ങളോ സംഗീതമോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ചെയ്യുന്നത് പോലെ സോഫ്റ്റ്വെയർ കോഡുകൾ വളരെ ജനറേറ്റ് ചെയ്യുവാനായിട്ട് ഈ ജെൻ AIക്ക് ഇന്ന് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു പ്രോഗ്രാമറിൻ്റെ റോളിനേക്കാൾ IT മേഖലയിൽ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ജെൻ AI പ്രൊഫഷണൽസിൻ്റെ ഒക്കെ ആവശ്യകതയായിരിക്കാം കൂടുതൽ ഉണ്ടായേക്കാവുന്നത്. ഈ ജനറേറ്റീവ് AI മേഖലകളിലെ പഠനങ്ങൾക്കായിട്ടുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലും ലഭ്യമാണ്. നമ്മുടെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന
ടെക്നോ വാലി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ഈ മേഖലയിലെ പഠന അവസരങ്ങളും ലഭ്യമാണ്. ജനറേറ്റീവ് AI 6 മാസത്തെ അഡ്വാൻസ് ഡിപ്ലോമ പ്രോഗ്രാം, അത് ടെക്നോ വാലി സർട്ടിഫൈഡ് ജനറേറ്റീവ് IT എക്സ്പേർട്ട് എന്നുള്ള പ്രോഗ്രാം ഇവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പൺ AIയുടെ സിലബസുമായി കണക്റ്റ് ആയിട്ടാണ് നൽകുന്നത്. എന്ന് മാത്രവുമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ച IBM കോൺക്ലേവിൻ്റെയും അതേപോലെ വേൾഡ് യൂത്ത് സ്കിൽ ഡേയുടെ സെലിബ്രേഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഏതാണ്ട് 35% വരെ ഡിസ്കൗണ്ട് ഈ കോഴ്സുകൾക്ക് ഇവർ ഓഫർ നൽകുന്നുണ്ട്. ഓർക്കുക, ഈ ജെൻ AIയിലുള്ള ഡിപ്ലോമ പ്രോഗ്രാം കൂടാതെ ഈ എമേർജിംഗ് ടെക്നോളജി സ്റ്റാക്കിൽ, അതായത് ആധുനിക കാലത്ത് വളർന്നു വരുന്ന പുതിയ ടെക്നോളജി മേഖലകളിൽ ഒട്ടനവധി കോഴ്സുകളാണ് ഈ ടെക്നോ വാലി ഇന്ന് ഓഫർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ PG ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ, PG ഡിപ്ലോമ ഇൻ ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, അതേപോലെ PG ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പോലെയുള്ള പ്രോഗ്രാംസും, പൈതൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, ഡാറ്റ സയൻറ്റിസ്റ്റ്, അതേപോലെ ഡാറ്റ അനലറ്റിക്സ് പ്രൊഫഷണൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് എക്സ്പേർട്ട്, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പ്രോഗ്രാംസും ഒക്കെ ഈ ടെക്നോ വാലി ഓഫർ ചെയ്യുന്നുണ്ട്. ഓർക്കുക, ഈ ഡാറ്റ സയൻസ്, ഡാറ്റ അനലറ്റിക്സ് മേഖലയിലൊക്കെ വലിയ അവസരങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇക്കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിശദമാക്കുന്ന മറ്റു പല വീഡിയോകളും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഈ ബിസിനസ് ലോകത്ത് കൃത്യതയോടെ തീരുമാനമെടുക്കുന്നതിനും തന്ത്രപരമായ ആസൂത്രണത്തിനുമൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഡാറ്റ സയൻസ് എന്നുള്ളത്. ഡാറ്റയുടെ ശക്തി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ബിസിനസ് വളർച്ചയ്ക്കും നവീകരണത്തിനുമൊക്കെ ഇടയാക്കും. ഓർക്കുക, ബിസിനസ് രംഗത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഡാറ്റ സയൻറ്റിസ്റ്റുമാർക്ക് വലിയ അവസരങ്ങളാണ് ഇക്കാലത്ത് ഉള്ളത്. കോർപ്പറേറ്റ് IT കമ്പനികളിൽ വലിയ ശമ്പളവും മികച്ച അവസരവും ഒക്കെ നേടുവാനായിട്ട് ഈ ടെക്നോ വാലിയുടെ PG ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് പോലെയുള്ള പ്രോഗ്രാംസ് നിങ്ങളെ സഹായിക്കാം. ഒരുപക്ഷെ ഈ മേഖലയിൽ ഇത്ര വിശാലമായ ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷനും ഒക്കെ നൽകുന്ന മറ്റൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിഞ്ഞേക്കില്ല. ഈ മേഖലയിലെ ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡറായി മാറുകയാണ് ടെക്നോ വാലി സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള സ്ഥാപനം. മൈക്രോസോഫ്റ്റ്, റെഡ് ഹാറ്റ്, AWS, കോംറ്റിയ, IBM, പിയേഴ്സൺ പോലെയുള്ള 18ഓളം അന്താരാഷ്ട്ര കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ഈ ടെക്നോ വാലി എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ടെക്നോളജി ട്രെയിനിങ്ങിനോടൊപ്പം സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്, അതല്ലെങ്കിൽ റെസ്യൂമെ പ്രിപ്പറേഷൻ, മോക്ക് ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ, ഇതൊന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങും ഒക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവരെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് സേവനങ്ങളും നൽകുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ 6400-ലധികം സ്റ്റാർട്ടപ്പുകൾക്ക് സമ്പൂർണ്ണ സാങ്കേതിക പരിശീലനം നൽകുന്നതിനായിട്ട് എംപാനൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ടെക്നോ വാലി എന്നുള്ളത്. മികച്ച അധ്യാപകർ, അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, ഫീ പേയ്മെൻറ്റിനായിട്ട് EMI പോലെയുള്ള അവസരങ്ങളുമൊക്കെ ടെക്നോ വാലി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനറേറ്റീവ് AI അല്ലെങ്കിൽ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് പോലെ എമേർജിംഗ് ടെക്നോളജി സ്റ്റാക്കിലുള്ള പഠനങ്ങൾക്കായിട്ടും മറ്റ് പഠനങ്ങൾ, പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ മറ്റ് IT പഠനങ്ങൾക്കുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ടെക്നോ വാലിയെ സമീപിക്കാവുന്നതാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നു. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും നൽകിയേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ മേഖലയിലെ അവസരങ്ങൾ മനസ്സിലാക്കി ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഏതായാലും ഈ ജെൻ AIയുമായിട്ടും ഡാറ്റ സയൻസും ഒക്കെയായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ചില വിവരങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.